സംശയം അല്ലെങ്കിൽ സാറിൻ്റെ ഭാഗത്തു നിന്നൊരു റിഫ്ലക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ സമൂഹം സ്ഥാപിച്ചിട്ടുള്ള മാർ യോഹന്നാനീസ് തിരുമേനി മൗനത്തെ പറ്റി പറയുമ്പം 3 തലങ്ങളെ പറയുന്നുണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ശരീരത്തിൻ്റെ മൗനം, രണ്ടാമത്തേത് മനസ്സിൻ്റെ മൗനം, മൂന്നാമത്തേത് ആത്മാവിൻ്റെ മൗനം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരീരത്തിൻ്റെ മൗനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ സംഭാഷണം വർത്തമാനം ഒഴിവാക്കുന്ന ഒരു നിലപാട്, അതിന് ആവശ്യമാണെന്ന് പറയുന്നു. രണ്ടാമത് മനസ്സിൻ്റെ മൗനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് ചിന്തകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നു. ചിന്തകൾ അങ്ങനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. മനുഷ്യനാകുമ്പോൾ ചിന്തിക്കുകയല്ലേ, മനസ്സ് തന്നെ ഇല്ലാതായി പോകുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അതുപോലുള്ള സംസാരം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു സന്യാസിനെ, മൂന്നാമത് പറയുന്നത് ആത്മാവിൻ മൗനം. സന്യാസിനെ ആത്മാവ് ദൈവത്തോടടുത്ത് വിശുദ്ധ സംസർഗത്തിൽ വിശ്രമിക്കുന്നതിനുള്ള ആത്മീയ വ്യായാമമാണ്. മൗനത്തിൻ്റെ പരമമായ സാധ്യത ഇതത്ര. ഇവിടെ ആത്മാവ് ഈശ്വരനുമായിട്ട് ഒന്നായി പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 3 മൗനങ്ങളെക്കുറിച്ച് സാറിൻ്റെ ഒരു വ്യാഖ്യാനം ഒന്ന് പറയും. ഈ 3 മൗനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു അമേരിക്കൻ കവി ഉണ്ടായിരുന്നു, വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 3 സൈലൻസസ് ഓഫ് മോളിനോസ് എന്ന് പറഞ്ഞൊരു സോണറ്റ് എഴുതിയിട്ടുണ്ട്. 19th സെഞ്ച്വറി പോയിട്ടാണ്, പഴയ ആളാണ്. വളരെ സ്പിരിച്വൽ ഡെപ്തുള്ള ചില കവിതകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് 3 സൈലൻസസ് ഓഫ് മോളിനോസ്. ഒരു സോണറ്റായിട്ട് എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹം മറ്റൊരാൾക്ക് അഡ്രസ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി ആദ്യമായിട്ട് തർജ്ജമ ചെയ്ത ആദ്യത്തെ അമേരിക്കൻ കവിയാണ്. അങ്ങനെയാണ് പ്രസിദ്ധി നേടിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ചില കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലാണ് ആദ്യമായി ഈ 3 സൈലൻസസ്. അത് വാസ്തവത്തിൽ അമിസ്ബറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഹെർമിറ്റിനോട് സംസാരിക്കുന്നതായിട്ടും ആ കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അന്ന് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ നിലനിന്നിരിക്കാം ഒരുപക്ഷെ. കാരണം ആ കവിതയിൽ, ആ സോണറ്റിൽ അവസാനം അമിസ്ബറിയിലെ ഹെർമിറ്റിനോട് അങ്ങിത് കേൾക്കുന്നില്ലേ, അങ്ങിത് കേൾക്കാറുണ്ടല്ലോ, ഈ സൈലൻസിൽ കൂടി അങ്ങ് അതീന്ദ്രിയമായ ശബ്ദങ്ങൾ അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഈ 3 സൈലൻസ് എന്ന് പറയുന്നതിൽ ആദ്യമായി വന്നത്. ഇവിടെ ഇപ്പോൾ അച്ഛൻ ചോദിച്ചിരിക്കുന്നത് മാർ യോഹന്നാനീസ് തിരുമേനിയുടെ 3 സൈലൻസുകളെ കുറിച്ചാണ്. അത് ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും അർത്ഥഗർഭമായതുകൊണ്ട് ഞാനിത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് സൈലൻസ് ഓഫ് വേർഡ് അല്ലെങ്കിൽ സൈലൻസ് ഓഫ് സ്പീച്ച് ഒന്നാമത്തത്, പിന്നെ സൈലൻസ് ഓഫ് ഡിസയർ, പിന്നെ സൈലൻസ് ഓഫ് തോട്ട്. ഇത് 3ഉമാണ് നമ്മുടെ കവിതയിൽ വന്നിരിക്കുന്നത്. മാർ യോഹന്നാനീസ് തിരുമേനി ആവട്ടെ സൈലൻസ് ഓഫ് ബോഡി, സൈലൻസ് ഓഫ് മൈൻഡ് ആൻഡ് സൈലൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞ് 3ആയി തിരിച്ചിരിക്കുന്നു. രണ്ടും അർത്ഥഗർഭമായ കാര്യങ്ങളാണ്. മാർ യോഹന്നാനീസ് തിരുമേനിയുടെ കാഴ്ചപ്പാട് ആണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഞാൻ ഈ ഭംഗിതേന ഇങ്ങനൊരു 3 സൈലൻസസിനെ കുറിച്ച് കവിതയെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ചില അമേരിക്കൻ കവികൾ വളരെ സ്പിരിച്വൽ ഡെപ്തുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. അവയിലൊന്നാണിത് എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ ഇതുപോലെ ഒരു വിഷയം സ്മരിക്കുമ്പോൾ അതും കൂടെ സ്മരിച്ചു പോകുന്നത് തെറ്റില്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഞാനത് സ്മരിച്ചത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ദീസ് സൈലൻസസ് കോമിംഗിൾഡ് വിത്ത് ഈച്ച് വൺ, ഓരോന്നും മിങ്കിൾ ചെയ്ത് ഇതിനേക്കാളിലും
അപാരമായിരിക്കുന്ന മെയ്ഡപ്പ് വിത്ത് പെർഫെക്റ്റ് സൈലൻസ് എന്നാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൈലൻസിലേക്ക്, ഞാൻ ഓർക്കുന്നില്ല വരികൾ, ആ പെർഫെക്റ്റ് ആയിട്ടൊരു സൈലൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ സൈലൻസുകൾ, സ്പീച്ചിൻ്റേത്, തോട്ടിൻ്റേത്, പിന്നെ സ്പീച്ച് ഡിസയർ, തോട്ട്, അങ്ങനെ 3 കാര്യങ്ങൾ, 3 സൈലൻസുകൾ. അപ്പോൾ സ്പീച്ചിൻ്റെ സൈലൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൈലൻസാണ്. സൈലൻസ് എന്ന് നമ്മൾ കേട്ടാണല്ലോ ടീച്ചർമാരിൽ നിന്ന് പഠിച്ചിരിക്കുന്നത്. അത് സ്പീച്ചിൻ്റെ സൈലൻസാണ്. ഡിസൈറിൻ്റെ സൈലൻസ് എന്ന് പറയുന്ന രണ്ടാമത്തതാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങളില്ലാതിരിക്കുക എന്നുള്ളതാണ്. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ചിന്തകളില്ലായ്മ എന്നുള്ള തരത്തിലാണ്. ചിന്തകളുടേതായ സൈലൻസ്, ചിന്തകളില്ലാത്ത സൈലൻസ്, അത് ധ്യാനം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഈ 3മാണ് കവിത ഈ സോണറ്റ് സൂചിപ്പിച്ചിരിക്കുന്നു എന്നിരിക്കെ നമ്മൾ മാറിവാനി സിനിമയുടെ പിന്നെ നിർദ്ദേശത്തിലേക്ക് നമ്മൾ വരികയാണ്. അദ്ദേഹം പറയുന്നത് ആദ്യം ശരീരത്തിൻ്റെ ധ്യാനം, ശരീരത്തിൻ്റെ മൗനമാണ്. ശരീരത്തിൻ്റെ മൗനം എന്ന് പറയുമ്പോൾ ഈ ഹെൻറി വാട്സ്വർത്തിൻ്റെ കവിതയിലുള്ള സൈലൻസ് ഓഫ് സ്പീച്ചാണ് എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. സൈലൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ സംസാരിക്കാതിരിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മൗനവ്രതങ്ങൾ ഉൾക്കൊള്ളുന്ന ചില ആൾക്കാരുണ്ട്. അവർ പേപ്പറിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. അവിടെ സൈലൻസ് ഓഫ് സ്പീച്ച് ഇല്ല. അതുകൊണ്ട് അതല്ല അവിടെ ഉദ്ദേശിക്കുന്ന സൈലൻസ്. അപ്പം തിരുമേനി ഉദ്ദേശിക്കുന്ന സൈലൻസ് എന്ന് പറയുന്ന ബോഡിയുടെ സൈലൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സൈലൻസ് എന്നവിടെ സൂചിതമാണ്. എന്തൊക്കെ? സംസാരം മാത്രമല്ല, കേൾവി, വെളിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് സൈലൻ്റാണ്, അത് കേൾക്കുന്നില്ല. കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചെവി മൂടി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, കേൾക്കുന്നതിൽ നിന്ന് അതിനേക്കാൾ ഉദാത്തമായൊരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഒരുപക്ഷെ എന്തെല്ലാം ശബ്ദങ്ങൾ ചെവി കൂടെ കേട്ട് കാണും. പക്ഷെ പലതും അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഈ സംസാരം കേൾക്കുന്നതുകൊണ്ട് അച്ഛൻ അതിൽ ശ്രദ്ധിക്കാതിരിക്കുന്നു. അപ്പോൾ ഒരു വര ചെറുതാക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വലിയ വര വരയ്ക്കുക എന്ന് പറയുന്നത് പോലെ മറ്റൊരു തോട്ടിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാതാവും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ല ചെവി പൊത്തിയിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ആ മൗനത്തിൽ നമ്മുടെ സംസാരമില്ലാതിരിക്കുന്നു, അതുപോലെ ശ്രവണവുമില്ല. ബാഹ്യശ്രോത്രങ്ങളാൽ നമ്മളൊന്നും കേൾക്കുന്നില്ല, നമ്മളൊന്നും സംസാരിക്കുന്നുമില്ല. അപ്പോൾ ശബ്ദത്തിൻ്റെ മൗനം തന്നെയാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പോൾ ശരീരത്തിൻ്റെ മൗനം പൂർത്തിയായോ? ഇല്ല. തിരുമേനി പറയുന്ന ശരീരത്തിൻ്റെ മൗനം എന്ന് പറയുന്നത് ഇനിയുമുണ്ട്. ശരീരം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട്. അവയിലൊന്നാണ് ആഗ്രഹം. ശരീരം പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡിസയേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബയോളജിക്കൽ ഡിസയേഴ്സിനെ മാറിവാനി തിരുമേനി ആദ്യം കൊണ്ടുവച്ചിരിക്കുകയാണ്. Unless you have crossed the need for biological desires, you cannot step into the next stage of silence, and you can even dream of the third stage of silence. അപ്പോൾ ആ ബയോളജിക്കൽ നീഡുകളാണ് അവിടെ സൈലൻസ് ഓഫ് ബോഡി എന്ന് അദ്ദേഹം ശരീരത്തിൻ്റെ മൗനം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ശരീരം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾ, ശരീരത്തിൽ ഇല്ലാത്തത്, ശരീരത്തിന് നിലനിൽക്കണമെന്നുള്ള ആവശ്യം കൊണ്ട് ശരീരം വിശപ്പ്, ദാഹം മുതലായവ നമ്മൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. കാരണം ശരീരത്തിൻ്റെ
നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണവ. ജീവിക്കാൻ അത്യാവശ്യമില്ലെങ്കിലും ശരീരം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്കുണ്ട്. അവ പലപ്പോഴും ശരീരത്തെ സംബന്ധിക്കുന്ന ലക്ഷറികളാണ്. എപ്പോഴാണ് അത് ഉണ്ടാകുന്നത്? ശരീരം ആദ്യത്തെ അടിസ്ഥാനപരമായ ആഹാരം, ശ്വസനം മുതലായ കാര്യങ്ങൾ സൗകര്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മാത്രം അത് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത പടിയിലുള്ള ആഗ്രഹങ്ങളിലേക്ക്, അടുത്ത പടിയിലുള്ള ആവശ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് അവയെ അത്യന്താപേക്ഷിതമല്ല എന്ന് തോന്നാൻ കാരണം. അവയിലുള്ള മൗനം, വിശപ്പും ദാഹവും അല്ലാതെ ശരീരം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾ, ശരീരത്തിൻ്റെ സംരക്ഷണയ്ക്ക് ഒരു പക്ഷേ നമ്മളൊരു സ്ഥലത്തിരിക്കുന്നു, അവിടെ തണുപ്പുണ്ട്, തണുപ്പിന് വേണ്ടി ഒരു കമ്പിളി എടുത്ത് പുതയ്ക്കേണ്ടി വരും. അത് ശരീരത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. മൗനം തേടുന്ന ഒരുവൻ വിറങ്ങലിച്ച് ചത്തുപോകാതിരിക്കുന്നതിന് കമ്പിളി ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് അത് ശരീരത്തിൻ്റെ മൗനത്തെ ഭഞ്ജിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നാൽ അതൊന്നും അല്ലാതെ ശരീരത്തിന് മറ്റ് ലക്ഷറികൾ, മറ്റ് ആഡംബരങ്ങൾ പലതും ആവശ്യമുണ്ട്. ഈ ആഡംബരങ്ങളെ ശാരീരികമായ അനുഭവങ്ങളായിരിക്കാം ഒരു പക്ഷേ, ശാരീരികമായിരിക്കുന്ന ആസ്തികളായിരിക്കാം, ശാരീരികങ്ങളായ അനുഭവങ്ങളാവാം, ശാരീരികങ്ങളായ സാഹചര്യങ്ങളാവാം. അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം, അതിനെയാണ് മാർവാനി തിരുമേനി ഒന്നാമത്തെ മൗനത്തിനകത്ത് ശാരീരിക മൗനമെന്ന് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെൻറി വാട്സ്വർത്ത് പറഞ്ഞ സൈലൻസ് ഓഫ് സ്പീച്ച്, രണ്ടാമത്തെ സൈലൻസ് ഓഫ് ഡിസയർ, ഇത് രണ്ടും കൂടി തിരുമേനിയുടെ വാക്കുകളിൽ നമ്മൾ ഒന്നായി സൈലൻസ് ഓഫ് ബോഡി എന്ന് പറഞ്ഞങ്ങ് കാണുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കവർ ചെയ്ത് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. സത്യം, ആസ്തേയം, അപരിഗ്രഹം, ഇത് മൂന്നും ഇവിടെ വരികയാണ്. സത്യവും ആസ്തേയവും അപരിഗ്രഹവും വരികയാണ്. മാർവാനി തിരുമേനി ഭാരതീയമായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് അത് മുന്നിലോട്ട് വച്ച ഒരു മഹാക്രാന്തദർശിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം സുപരിചിതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കടന്നുകൂടിയിരിക്കുന്നത് ഭാരതീയമായിരിക്കുന്ന പല ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും കടന്നുകൂടിയിരിക്കണം. ഭാരതത്തിൻ്റെ ആത്മാവ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. ഭാരതത്തിൽ സെൻറ്റ് തോമസ് വന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു, എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ സെൻറ്റ് തോമസിൻ്റെ ദിനവും കൂടെയാണിന്ന്. ഈ സെൻറ്റ് തോമസ് ദിനത്തിൽ ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാകാൻ അച്ഛൻ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് വളരെ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും നാളായി കഴിഞ്ഞപ്പോൾ മാർവാനി തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് ഭാരതീയമായി ഉള്ള ദർശനങ്ങളെ ക്രൈസ്തവ ദർശനങ്ങളുമായി സമ്മേളിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യം, ആസ്തേയം, അപരിഗ്രഹം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ, സത്യത്തെക്കുറിച്ചുള്ള ഭാഷണം. സത്യത്തെക്കുറിച്ചുള്ള ഭാഷണം എന്ന് പറയുമ്പോൾ ബ്രൂയാത് സത്യം അപ്രിയം എന്നും കൂടെ ഉണ്ട്. അപ്രിയങ്കരമായ സത്യത്തെ പറയാതിരിക്കുക, പ്രിയങ്കരമായിട്ടുള്ളത് മാത്രം പറയുക, സത്യം മാത്രം പറയുക. സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യം അപ്രിയം എന്നാണ്. അപ്പോൾ പ്രിയങ്കരമായ സത്യം പറയാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല. അവിടെ പിന്നെ എന്താണ് നടപ്പുള്ളത്? അവിടെ നടക്കുന്നത് മൗനം മാത്രമാണ്, ശാരീരികമായ മൗനം. അതൊരു കാര്യമായി. ആസ്തേയം നമ്മൾ മറ്റുള്ളവൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക. മറ്റുള്ളവൻ്റെ മുതൽ എന്നുള്ളതല്ല, മറ്റുള്ളവൻ അനുഭവിക്കുന്ന ഏതെങ്കിലും സാഹചര്യം നമുക്ക് ആഗ്രഹിക്കാതിരിക്കുക. അതാണ് ഞാനിവിടെ ശാരീരികമായ ആഡംബരങ്ങൾ, ലക്ഷറീസ് ഓഫ് ദ ഫിസിക് എന്ന് ഉദ്ദേശിച്ചത്. അവയൊക്കെ ആഗ്രഹിക്കാതിരിക്കുന്നതും
ശരീരത്തിൻ്റെ മൗനമാണ്. അപരിഗ്രഹം, നമുക്ക് ഉണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, നമുക്ക് വരുന്ന ആ ഓഫറുകൾ സ്വീകരിക്കാതിരിക്കുക, അവയിലൊക്കെ വരുന്ന ബാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവയിലൊക്കെ പതിയിരിക്കുന്ന അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപരിഗ്രഹം എന്ന് വിളിക്കുന്നത് സാമാന്യമായിട്ട്. അപ്പോൾ അത്തരം ആഗ്രഹങ്ങളെ കൂടി മുളയിലേ നുള്ളിക്കളയുന്നത് അത്രേ ശാരീരികമായ മൗനം. അപ്പോൾ തിരുമേനി പറഞ്ഞ ഒന്നാമത്തെ ശാരീരികമായ മൗനം, മറിമാൻ തിരുമേനി പറഞ്ഞ ഒന്നാമത്തെ ശാരീരികമായ മൗനം ഇവിടെ വിശദമാകുന്നു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് സൈലൻസ് ഓഫ് തോട്ടാണ്. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സോണറ്റിൽ 3 സൈലൻസസ് ഓഫ് മോളിനോസ് എന്ന് പറയുന്ന സോണറ്റിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സൈലൻസാണ് സൈലൻസ് ഓഫ് തോട്ട്. എന്നാൽ മറിവാനി തിരുമേനിയാവട്ടെ രണ്ടാമത്തെ പടിയിൽ തന്നെ അതിനെ എടുത്ത് പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കാതിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം ചിന്തയിൽ വളരെ ഓക്യുപ്പൈഡാണ്. ചിന്തിക്കാതിരിക്കാനേ സാധ്യമല്ല എന്നുള്ളതാണ്. നമുക്ക് ചിന്താരഹിതമായിരിക്കുന്നൊരു മുഹൂർത്തം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നില്ല, ശ്വസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം ചിന്തയുടേതായ ലോകത്തിൽ നാം കഴിഞ്ഞ കാലങ്ങളിലേക്കും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലേക്കും പാറിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നിമിഷം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ പാസ്റ്റ് ആലോചിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, പ്ലാനുകൾ ഇവയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്. പ്രസൻറ്റിൽ നമുക്ക് ചിന്തകളില്ല. എന്നാൽ ഈ പ്രസൻറ്റ് എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു എന്നാലോചിക്കണം. ഇന്നലെയും ടുഡേ ഉണ്ടായിരുന്നു, ഇന്നും ഒരു ടുഡേ ഉണ്ട്, നാളെയും ഒരു ടുഡേ ഉണ്ട്. അപ്പോൾ ഈ ടുഡേ എന്ന് പറയുന്ന ഒരു ഓംനി പ്രസൻസ് ഉള്ള സംഗതിയാണ്. ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രസൻസ് അല്ല അത് ത്രികാലങ്ങളിലുള്ള സത്യമാണ് ഈ ടുഡേ. അപ്പോൾ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിന്തകളിലുള്ള മൗനം പാലിക്കുക എന്നുള്ളതാണ്. ചിന്തകളില്ലാതിരിക്കുക. ചിന്തകൾ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ചിന്തകളിങ്ങനെ ലീനിയറായിട്ട് ഒന്നിൽ തൊടുത്ത് മറ്റൊന്ന്, അതിൽ തൊടുത്ത് മറ്റൊന്ന്, ഇങ്ങനെ ലീനിയർ തോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിന്തകൾ. ഒരു വിഷയത്തിൽ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്നൊരു തൊടുത്ത് അടുത്ത വിഷയം നമുക്ക് കിട്ടുന്നു, അതിലേക്ക് മാറുന്നു. എങ്ങനെ ഇവിടെ എത്തി എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ നമുക്ക് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലീനിയർ തോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർക്കുലർ തോട്ടുകൾ, തോട്ട് റിവോൾവിങ് അറൗണ്ട് എ സെൻറ്റർ, ആ സർക്കുലർ തോട്ടുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനാണ് ജപ ധ്യാനാദികളൊക്കെ മനുഷ്യന് മതം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മനുഷ്യന് സർക്കുലർ തോട്ടിലേക്ക് വരുന്നത് മാത്രമാണ് അവനിലേക്ക് വരുന്ന ഏക സമയം. അവൻ്റെ അസ്തിത്വത്തിലേക്ക്, സ്വത്വത്തിലേക്ക് വരുന്ന ഏക സമയം ആ സമയത്ത് മാത്രമാണ്. അതിന് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. പ്രാർത്ഥനയിലൂടെ അവൻ്റെ അകതാരുമായിട്ട് ബന്ധപ്പെടും. വലിയൊരിടത്തും കേൾക്കത്തക്കവണ്ണം ഉറച്ചല്ല നമ്മൾ ഇരുന്ന് വിളിക്കുന്നത്. പ്രാർത്ഥനകളിൽ കണ്ണടച്ച് അകത്തോട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ നമ്മുടെ സർക്കുലർ തോട്ട്, ഒരു ഒരു കേന്ദ്രത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ട് പാറ്റേൺ, ഒരു ചിന്ത രീതി അവിടെ നമ്മൾ ഉണ്ടാക്കും. ഇതിൽ കൂടിയാണ് ചിന്താരഹിതമായിരിക്കുന്ന സൈലൻസിലേക്ക് പോകുന്നത്. നമ്മൾ തമാശയ്ക്ക് പറയും വളയത്തെ കൂടി ചാടി ചാടി വളയമില്ലാതെ ചാടുക എന്ന് പറയുന്ന പോലെയാണ്. ഈ വളയം വാസ്തവത്തിൽ ചിന്ത ഇല്ലാതാക്കുന്നതിനുള്ള ആദ്യത്തെ പടിയാണ്. ചിന്താരഹിതമായിരിക്കുന്ന ധ്യാനത്തിലേക്ക് പോകണമെങ്കിൽ
അല്ലെങ്കിൽ ചിന്താരഹിതമായിരിക്കുന്ന സൈലൻസ്, അത് തന്നെയാണ് ധ്യാനം. ധ്യാനത്തിന് വേറെ നിർവചനമൊന്നുമില്ല. ചിന്തയില്ലാതിരിക്കുക. അച്ഛൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, മനസ്സിൻ്റെ മരണം കൂടെ തിരുമേനി പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ്. മനസ്സിൻ്റെ മരണം തന്നെയാണ് ധ്യാനം. ധ്യാനത്തിൽ മനസ്സ് മരിക്കുന്നു, മനസ്സില്ല. പക്ഷേ ഇത് നമുക്ക് വലിയ പാടായിട്ടാണ് തോന്നുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ ആകസ്മികമായിട്ടുള്ള പല അനുഭവങ്ങളിലും ആ സമയത്ത് മനസ്സ് ടോട്ടലി ആബ്സെൻ്റാണ്. പല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും പല ആനന്ദാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളിലും ഒക്കെ 1-2 നിമിഷങ്ങളിലേക്ക് മനസ്സ് സൈലൻ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അങ്ങനെ ഒരു സൈലൻസിലേക്ക് നമ്മൾ പോകുന്നതിന് പെട്ടെന്ന് സൈലൻ്റ് ആവണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. മനസ്സിന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്, ലോങ് ടൈം എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. അതിന് പെട്ടെന്നൊരു റിവലിയൻ അത് ഇഷ്ടപ്പെടില്ല, അത് അടിച്ചമർത്തും. അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് അതിന് തൽക്കാലം ഇട്ടുകൊടുക്കേണ്ടത് റിവോൾവിങ് തോട്ടുകളാണ്. അതിനാണ് ഈ ജപമാലയും മറ്റു കാര്യങ്ങളുമൊക്കെ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ ഏകാഗ്രതയുടെ രുചി എറിഞ്ഞു തുടങ്ങുന്നു, സമാധാനം കിട്ടുന്നു. സമാധാനം കിട്ടുന്നത് ആ ഏകാഗ്രതയിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അവനവനിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ രണ്ടാമത്തെ ധ്യാനത്തിനകത്ത് സൈലൻസ് ഓഫ് തോട്ട്, തിരുമേനി പറഞ്ഞ സൈലൻസ് ഓഫ് തോട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ പൂർത്തീകരണത്തിൽ സൈലൻസ് ഓഫ് സോൾ എന്ന് അദ്ദേഹം വിളിക്കുന്ന ഒരു കമ്മ്യൂണിയനിലേക്ക് കടക്കും. അച്ഛൻ ഇവിടെ ചോദ്യത്തിനകത്ത് അച്ഛൻ സൂചിപ്പിച്ചത് അത് ഒരു പങ്കുവയ്ക്കൽ, ആ അവസ്ഥ പങ്കുവയ്ക്കൽ, ആ അവസ്ഥയിൽ സായുജ്യമടയൽ എന്നൊക്കെയുള്ള സൂചനകളാണ് അച്ഛൻ സംസാരിക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് വേണം നമുക്ക് അന്വേഷണം തുടരാൻ. ഏകനായിരിക്കുന്ന ദൈവ സന്നിധിയിലേക്ക് നമ്മൾ ഒത്തുചേരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടിയില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, സൃഷ്ടിയില്ല. സൃഷ്ടിരഹിതമായിരിക്കുന്ന ചൈതന്യത്തിലേക്കാണ് നമ്മളവിടെ യോജിക്കുന്നത്. അപ്പം സൃഷ്ടി എവിടെ നിന്ന് തുടങ്ങി? യോഹന്നാൻ്റെ കാഴ്ചപ്പാടുകളിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ആദിയിൽ വചനമുണ്ടായി. അപ്പോൾ ആദ്യത്തത് ഒരു തോട്ടായിരുന്നു, ഒരു ശബ്ദമായിരുന്നു. ഈ ശബ്ദത്തോടു കൂടിയാണ് സൃഷ്ടി ആരംഭിക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഈ ആദ്യത്തെ 2 പടികളിലുള്ള സൈലൻസിൽ കൂടെ പോകുന്നവന് ശബ്ദരഹിതമായ, വചനരഹിതമായ, സൃഷ്ടിരഹിതമായ ഒരു യോജിപ്പിലേക്ക്, ദൈവവുമായിട്ടുള്ള യോജിപ്പിലേക്ക് എത്താൻ സാധിക്കുന്നു. അവിടെ വേറൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു യോജിപ്പാണ് സന്യാസിക്ക് അഭികാമ്യമെന്ന് മാറിവാനി തിരുമേനി സൂചിപ്പിച്ചതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതാണ് യഥാർത്ഥ സന്യാസവും. സന്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഉന്നതവുമായൊരു ഘട്ടം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന സായുജ്യത്തിലെത്തുന്ന, അതുവരെ നമ്മൾ സാമീപ്യം, സാലോക്യം ഈ സ്റ്റേജുകളിൽ കൂടെയൊക്കെയാണ്. ദൈവത്തിൻ്റേതായ ലോകത്ത് ജീവിക്കാം, ദൈവവുമായിട്ട് അടുത്തിടപഴകാം. എങ്ങനെ? നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ ദൈവമായി കണ്ടുകൊണ്ട് സാമീപ്യവും സാലോക്യവും ഒക്കെ ഉണ്ടായിക്കൊണ്ടു പോവാം. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അതിന് ഈ സന്യാസ സമൂഹം ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. സാരൂപ്യം എന്ന് പറഞ്ഞാൽ ആ രൂപസാദൃശ്യം തന്നെയാണ്. മനസ്സിൻ്റെ യോജിപ്പ് കൊണ്ട്, മനസ്സിൻ്റെ പ്രേമം കൊണ്ട്, മനസ്സിൻ്റെ ആദരവ് കൊണ്ട്, മനസ്സിൻ്റെ കരുതൽ കൊണ്ട് എന്തിനെയാണോ ഉപാസിക്കുന്നത് അതായിത്തീരുന്ന അവസ്ഥ. അപ്പോൾ ഇതെല്ലാം താഴെയുള്ള ഘടകങ്ങളാണ്, 1ഉം 2ഉം സ്റ്റേജുകളിലുള്ളതാണ്. പക്ഷെ 3ാമത്തെ സ്റ്റേജിൽ സായുജ്യം ഉണ്ടാകും. അവിടെ പരമമായിരിക്കുന്ന ഐക്യമുണ്ടാകും. ആ ഐക്യപ്പെടലിലൂടെ ശബ്ദരഹിതമായ അല്ലെങ്കിൽ
സൃഷ്ടിരഹിതമായ ഏകനായിരിക്കുന്ന ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു എന്ന് സൂചന. അപ്പോൾ വാസ്തവത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കവിതകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഇല്ല എന്ന് പറയാനൊക്കില്ല. നമ്മുടെ ഹെൻറി വാഡ്സ്വർത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം പറയുന്നത് അവസാനത്തെ സൈലൻസ് എന്ന് പറയുന്നത് അവസാനത്തെ ഈ 3 സൈലൻസുകളും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സൈലൻസ് പറയുന്നത്. അപ്പോൾ സോളിനെ കുറിച്ച് അവിടെ അദ്ദേഹം കൺസീവ് ചെയ്യുന്നില്ല. അതിലുള്ള അപാരമായിരിക്കുന്ന സൈലൻസിൽ നിങ്ങൾ മനോഹരമായിരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് അമിസ്ബറിയിലെ ഹെർമിറ്റിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടങ്ങ് അത് പറയുന്നില്ല? കാരണം അത് കേൾക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ only in the depth of silence that the voice of God can be heard എന്ന് എൻ്റെ ഗുരു പറയാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷി, നമ്മുടെ അകത്തിരിക്കുന്ന മനസാക്ഷി, ആ ദൈവികമായിരിക്കുന്ന അംശം പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാതിരിക്കുന്നത് അച്ഛൻ പറഞ്ഞിരിക്കുന്ന തിരുമേനി പറഞ്ഞിരിക്കുന്ന ഈ 2 സൈലൻസുകളും നമുക്കില്ലാതിരിക്കുന്നുണ്ട്. സൈലൻസ് ഓഫ് ബോഡി ആൻഡ് സൈലൻസ് ഓഫ് തോട്ട്, സൈലൻസ് ഓഫ് മൈൻഡ്. രണ്ടാമത്തെ സൈലൻസ് ഓഫ് മൈൻഡ് ആണ്. സൈലൻസ് ഓഫ് തോട്ട് വ്യത്യാസമില്ല. കാരണം സൈലൻസ് ഓഫ് തോട്ട് മാത്രമാണ്, മനസ്സെന്ന് പറയുന്നത് തിങ്കിങ് പ്രോസസ്സ് മാത്രമാണ്. വെബ് ഓഫ് തോട്ട്സ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും വളരെയധികം ശബ്ദായമാനമായിരിക്കുന്നത് കൊണ്ടും നമുക്ക് ആന്തരികമായിരിക്കുന്ന ആ ശക്തിയുടെ വാക്കുകളെ കേൾക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളത്. അന്തരാത്മാവിനെ കേൾക്കാൻ സാധിക്കുന്നില്ല. അവിടെ നമുക്കത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലും തെറ്റായ കാര്യങ്ങളിൽ ചെന്ന് പെടുകയും അബദ്ധങ്ങളിൽ പെടുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും. ഒരു നിമിഷം സൈലൻ്റായിട്ടിരുന്നുകൊണ്ട് നമ്മുടെ ആന്തരിക ശബ്ദത്തെ ശ്രദ്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് എളുപ്പമൊന്നുള്ള കാര്യമല്ല. കാരണം 23 മണിക്കൂറും 50 മിനിറ്റും തോന്നിയാസം പോലെ ജീവിച്ചിട്ട് 10 മിനിറ്റിൽ ചിലപ്പോൾ ചിന്തിക്കാൻ നിന്നാൽ ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ശാരീരികമായ സൈലൻസ് തിരുമേനി പറയുന്നത്. അത് കഴിഞ്ഞ് മാനസികമായ സൈലൻസ്, തോട്ട് ഓഫ് മൈൻഡ്, ഇത് രണ്ടും കൊടുത്ത് ഇത് രണ്ടും നേടിയെടുത്ത് അതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ തോട്ട് ഓഫ് സോൾ, സൈലൻസ് ഓഫ് സോൾ ഉണ്ടാകുന്നത്. ആത്മാവിൻ്റെ നിശബ്ദത. അവിടെ ആത്മാവിന് വ്യതിരിക്തമായൊരു അനുഭവമില്ല എന്നൊക്കെ. അവിടെയാണ് ആ ഏകീകരണം സംഭവിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഫീൽ ബീയിങ് സെപ്പറേറ്റഡ് ഫ്രം ദി ടോട്ടാലിറ്റി. ആ മൊത്തത്തിലുള്ള എല്ലാം ആയിട്ടും യോജിച്ചിരിക്കുന്ന ഒരു സായുജ്യാവസ്ഥയാണ് അപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വ്യതിരിക്തമായിരിക്കുന്ന ഒരവസ്ഥയില്ല. ദാറ്റ് ഇസ് സൈലൻസ് ഓഫ് സോൾ. അപ്പോൾ അതിലേക്കൊരു സന്യാസി എത്തിച്ചേരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ മൂന്ന് തരത്തിലുള്ള മൗനങ്ങളുമാണ് നമ്മൾ വ്രതമായി സ്വീകരിക്കേണ്ടതെന്നാണ്. നമുക്ക് ഇടയ്ക്കിടെ 1ഉം 2ഉം മൗനങ്ങൾ നേടിയെടുക്കാൻ ഇടവേളകൾ ഉണ്ടാവാം. പക്ഷെ മൂന്നാമത്തെ മൗനം എന്ന് പറയുന്നത് നിരന്തരമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കൂടുതൽ ഫ്രീക്വൻസിയിൽ ആദ്യത്തെ 2 മൗനങ്ങളെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയുമാണ് അച്ഛന് മറുപടി തരാൻ എൻ്റെ കയ്യിലുള്ളത്.